വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് സൺഡേ ആണ്. ഇതാണ് നമ്മൾ ഇന്ന് സ്പെഷ്യലായിട്ട് വെച്ചത്. ആൻഡ് ദിസ് വൺ ടേക്സ് ഓൺലി 15 to 20 minutes. 15-20 മിനിറ്റിൽ ഒരു ബാച്ചുലർ ആയാലും പി ജിയിൽ നിൽക്കുവാണെങ്കിലും പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റിയൊരു റെസിപ്പിയാണ്. ഞങ്ങളിത് പാത്രത്തിലാണ് ഉണ്ടാക്കിയത്. ഇൻസ്റ്റെഡ് നിങ്ങൾ കുക്കറിലാണ് ഉണ്ടാക്കുന്നതെങ്കിൽ നേരെ തിരിച്ച് 10 മിനിറ്റ് മതിയാകും. ആൻഡ് ഫാൻസി ഐറ്റംസ് ഒന്നും ഇട്ടിട്ടില്ല, എല്ലാ ഐറ്റംസും വീട്ടിൽ കിട്ടുന്നത് തന്നെയാണ്. ആൻഡ് ഓവർ മസാലകളോ അങ്ങനെ ഒന്നുമില്ല, സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയൊരു അടിപൊളി ചിക്കൻ കറിയാണ്. സോ ലെറ്റ് us get into the video and see how this goes. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ? പാൻ ആയാലും ചട്ടി ആയാലും നോ പ്രോബ്ലം, ബട്ട് കുക്കിംഗ് ഓയിൽ ഒഴിക്കുന്നത് ലോ ഫ്ലെയിമിലായിരിക്കണം. ആവശ്യമുള്ള സാധനങ്ങൾ: സവാള, കൊറിയാൻഡർ ലീഫ്, തക്കാളി, കറി ലീഫ്, പച്ചമുളക്, കൂടെ തന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും അരച്ചത്. മീഡിയം ഫ്ലെയിമിൽ എണ്ണ ചൂടായിട്ടോ. അപ്പോൾ 3 to 4 മീഡിയം സൈസ് ഓണിയൻസ് ആണ് ഞാൻ എടുത്തത്. ഇനി സവാള അല്ല, ടേസ്റ്റിന് ചെറിയുള്ളിയാണ് ഇഷ്ടമെങ്കിൽ ആവശ്യം പോലെ ചെറിയുള്ളി യൂസ് ചെയ്യുക. ചെറിയുള്ളി ആണെങ്കിൽ നമ്മൾ ഇച്ചിരി അധികം ഇടേണ്ടി വരും, അതുകൊണ്ട് ഞാൻ സവാളയാണ് ഇന്ന് യൂസ് ചെയ്യുന്നത്. സവാള ഇട്ട ഉടനെ അതിൻ്റെ കൂടെ ഞാൻ 5 to 6 ഗ്രീൻ ചില്ലീസ് ആഡ് ചെയ്തു കേട്ടോ. ഞാൻ എപ്പോഴും മീഡിയം ഫ്ലെയിമിൽ വെച്ചാണ് ഓണിയൻസ് ഒക്കെ ഒന്ന് വാട്ടിയെടുക്കുന്നത്. ഒരു 20% വാടിയപ്പോൾ ഞാൻ 1 സ്പൂൺ ഉപ്പ് അതിലോട്ടിട്ടു. ആൻഡ് അഗെയിൻ ഞാൻ വഴറ്റി കൊടുത്തു. ഇനി നിങ്ങൾ ഓയിൽ കൂടുതൽ യൂസ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ഇത് പെട്ടെന്ന് തന്നെ വാടി കിട്ടും. ഞാൻ ആവശ്യത്തിന് ഓയിൽ മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ. അതിനുശേഷം കറി ലീവ്സ് ആവശ്യത്തിന് നിങ്ങൾ യൂസ് ചെയ്യുക. കൂടുതൽ കറി ലീവ്സ് വേണ്ട, ഒരു 8 to 10 കറി ലീവ്സും കൂടി യൂസ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് ഉടനെ തന്നെ നമ്മൾ അരച്ച് വെച്ചിരുന്ന ജിഞ്ചർ ആൻഡ് ഗാർലിക് പേസ്റ്റ്, അതായത് ഉള്ളി ഒരു 50% വാടി കഴിയുമ്പോഴാണ് കേട്ടോ ജിഞ്ചർ ആൻഡ് ഗാർലിക് പേസ്റ്റ് ഞാൻ ഇടുന്നത്. ഇല്ലെങ്കിൽ ഉള്ളി വാടാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഇതിൻ്റെ പച്ച മണമൊക്കെ ഒന്ന് വെളിയിലോട്ട് വന്ന് തുടങ്ങുമ്പോൾ തന്നെ ഞാൻ തക്കാളി ഇട്ടു. ആൻഡ് തക്കാളി ഇത് സ്മോൾ സൈസിൽ 2 തക്കാളിയാണ്. കൂടുതൽ തക്കാളി ആയാൽ അതിൻ്റെ ഒരു ഫ്ലേവർ എടുത്ത് നിൽക്കും. അതുകൊണ്ട് ഞാൻ സ്മോൾ സൈസിൽ 2 തക്കാളി യൂസ് ചെയ്തു. അതും കൂടി ഒന്ന് വാടി വന്നപ്പോൾ ഞാൻ ആവശ്യത്തിന് ടെർമറിക്, ആവശ്യത്തിന് ചില്ലി പൗഡർ, ആവശ്യത്തിന് ഗരം മസാല, ആൻഡ് ഞാനിന്ന് യൂസ് ചെയ്യുന്നത് തനിമ എന്ന് പറയുന്ന കമ്പനിയുടെ ചിക്കൻ മസാലയാണ്. ഇത് നിങ്ങൾ ആവശ്യം പോലെ ഇടണം കേട്ടോ, കൂടുതൽ ഇടരുത്. ആൻഡ് ഈസ്റ്റേൺ ചിക്കൻ പൗഡറും നല്ലതാണ്. ഞാൻ തനിമ ഒരു ലാസ്റ്റ് 2 months ആയിട്ട് യൂസ് ചെയ്തു. ഇറ്റ് വാസ് ഗുഡ്. ഒരു 3 to 4 minutes ലോ ഫ്ലെയിമിൽ വഴറ്റി കഴിയുമ്പോൾ ആ മസാലയുടെ പച്ചമണമൊക്കെ ഒന്ന് പോയി കിട്ടും. നമ്മൾ കഴുകി മാറ്റി വെച്ചിരുന്ന ചിക്കൻ ഓരോന്നായിട്ട് അതിൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിന്ന് ഏകദേശം 1/2 kg വരുന്ന ചിക്കനാണ് എടുത്തിരിക്കുന്നത്. ചിക്കൻ എല്ലാം ഇട്ട് ഒരു സ്ലോ ആയിട്ട് ഒരു മിക്സ് കൊടുക്കാം. ഇതിന് ശേഷം ഒരു പൊട്ടറ്റോ ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആൻഡ് പൊട്ടറ്റോ ഇഷ്ടമുള്ള ആൾക്കാരെ ആഡ് ചെയ്യാം, ഇത് ഓപ്ഷണലാണ്. ഞങ്ങൾക്ക് ഇഷ്ടമാണ്, അതുകൊണ്ട് ഞങ്ങൾ പൊട്ടറ്റോ ആഡ് ചെയ്ത് അതും കൂടി ഒന്ന് മിക്സാക്കി. ഇത് മിക്സാക്കി കഴിയുമ്പോൾ ഞാൻ ഒരു ചെറിയ ബൗളിൽ ആവശ്യത്തിന് വെള്ളം എടുക്കുന്നുണ്ട് കേട്ടോ. വെള്ളം നിങ്ങൾ നോക്കി വേണം ആഡ് ചെയ്യാൻ, കാരണം ചിക്കനിൽ നിന്നും വെള്ളം റിലീസാകും. അപ്പോൾ കൂടുതൽ വെള്ളം ഒഴിച്ചാൽ ദ തിക്നെസ് ഓഫ് ദ ഗ്രേവി വിൽ ഗോ അവേ. വെള്ളമൊക്കെ ഒഴിച്ച് ഫ്ലെയിം നമുക്ക് മാറ്റാം കേട്ടോ, ഒരു മീഡിയം ഫ്ലെയിമിലോട്ട് മാറ്റാം. ആൻഡ് ടുഡേ ഐ എം യൂസിങ് കസൂരി മേത്തി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതൊരു അഡീഷണൽ ഫ്ലേവർ ആഡ് ചെയ്യും, എസ്പെഷ്യലി ടു ചിക്കൻ കറി. ഏത് കറി വെച്ചാലും, ചിക്കൻ്റെ എന്ത് ടൈപ്പ് കറി വെച്ചാലും കസൂരി മേത്തി ഇടുന്നത് അത്രയും നല്ലതാണ്. ഫ്ലേവർ എൻഹാൻസ് ചെയ്യും, അതിൻ്റെ ഒരു ഫ്രാഗ്രൻസും അടിപൊളിയാണ്. കസൂരി മേത്തി ഇട്ട് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ സ്റ്റോപ്പ് ചെയ്യാം, പക്ഷെ ഞാൻ സ്റ്റോപ്പ് ചെയ്യുന്നില്ല. എനിക്ക് വേറൊരു സാധനം കൂടി ആഡ് ചെയ്യാനുണ്ട്. സോ ഈ കസൂരി മേത്തി ഒന്ന് നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇൻ കേസ് കസൂരി മേത്തി മാത്രമാണെങ്കിൽ ഇത് മേളിലിട്ടിട്ട് നമുക്കൊന്ന് മൂടി വെച്ച് കുക്ക് ചെയ്താൽ മതിയായിരുന്നു. പക്ഷേ ഐ ഹാവ് മൈ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് കമ്മിങ് ആഫ്റ്റർ കസൂരി മേത്തി. സോ ഇതൊക്കെ ഒരു നല്ല മിക്സ് കൊടുത്ത് ഒരു 2 to 3 minutes ബോയിലായി വരുമ്പോഴത്തേനും മൈ മോസ്റ്റ് ഫേവറേറ്റ് കൊറിയാൻഡർ ലീഫ്. എന്തിനാണ് ഇപ്പോൾ ഇത്രയും ലീഫ് ആഡ് ചെയ്യുന്നതെന്ന് ചോദിക്കരുത്, കാരണം ഇതിൻ്റെ ടേസ്റ്റ് ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ ഈ വീഡിയോയിൽ കാണുമ്പോൾ കുറേ ആയിട്ട് തോന്നും, പാത്രം ചെറുതാണ്, അതുകൊണ്ടായിരിക്കും അങ്ങനെ മിക്കവാറും തോന്നുന്നത്. ആൻഡ് ദിസ് ഈസ് പേഴ്സണലി വൺ ഓഫ് മൈ മോസ്റ്റ് ഫേവറേറ്റ് ടു ആഡ് ഇൻ മോസ്റ്റ് ഓഫ് ദ ഡിഷസ്. സോ ഇത് മേളിൽ ഞാനിങ്ങനെ ഗാർണിഷ് ചെയ്തിട്ട് ഞാൻ ഈ ഗ്ലാസിൻ്റെ ലിഡ് വെച്ച് മൂടി കൊടുക്കുകയാണ്. മൂടിക്കൊടുത്ത് ഒരു 3 to 4 minutes കഴിഞ്ഞപ്പോൾ ഞാൻ ഓപ്പൺ ചെയ്ത് നോക്കി. ഇറ്റ് വാസ് സോ ഗുഡ്. ആ സ്മെല്ലും എല്ലാം വെച്ചും അടിപൊളിയായിരുന്നു. ആൻഡ് ഇങ്ങനെ നമ്മൾ മീഡിയം ഫ്ലെയിമിൽ ഒരു 8 to 9 minutes കൂടി കുക്ക് ചെയ്തെടുത്താൽ സംഭവം റെഡി. ആൻഡ് ദിസ് ഈസ് ഹൗ ഇറ്റ്സ് ഗോയിങ് ടു ലുക്ക് ഇൻ ദ ലാസ്റ്റ് പ്ലേറ്റിംഗ് ടൈം. ആൻഡ് നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്യണം. ആൻഡ് ഡോണ്ട് ഫർഗെറ്റ് ടു സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. ബൈ.